സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം. 16 നിയമസഭാ മണ്ഡലങ്ങൾ മലബാറിലെ ഈ ജില്ലയിലുണ്ട്. ഇതിൽ ഏറ്റവും കടുപ്പവും വാശിയേറിയതുമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 7 മണ്ഡലങ്ങളിലാണ്. പൊന്നാനി, മങ്കട, വേങ്ങര, പെരിന്തൽമണ്ണ, തിരൂർ, താനൂർ, തവനൂർ മണ്ഡലങ്ങളാണിത്. നിലവിൽ താനൂർ, തവനൂർ, പൊന്നാനി മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ഈ സീറ്റുകൾ നിലനിർത്തുകയും അതോടൊപ്പം തന്നെ മങ്കട, വേങ്ങര, പെരിന്തൽമണ്ണ, തിരൂർ എന്നീ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ അജണ്ട. അതിനുവേണ്ടി അവർ ആവനാഴിയിലെ സകല ആയുധങ്ങളുമെടുത്ത് പ്രയോഗിക്കുന്നുമുണ്ട്. ജനകീയരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി എന്നത് ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം വലിയ രൂപത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതും പറയാതിരിക്കാൻ കഴിയുകയില്ല. തിരൂരിൽ വേടൻ പങ്കെടുത്ത പരിപാടിയായാലും വേങ്ങരയിൽ സിതാര കൃഷ്ണകുമാർ നയിച്ച സംഗീത നിശയായാലും അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ സംഘടിപ്പിച്ച പൊളിറ്റിക്കൽ പരിപാടിയായാണ് മാറിയിരിക്കുന്നത്. 10,000ങ്ങളാണ് ഈ 2 പരിപാടികളിലും പങ്കെടുത്തത് എന്നത് ലീഗ് നേതൃത്വത്തെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. സംസ്ഥാനം മൊത്തത്തിൽ വലിയ രൂപത്തിൽ ഇടതുപക്ഷ വിരുദ്ധ തരംഗം ഉണ്ടായില്ലെങ്കിലും മലപ്പുറത്ത് തിരിച്ചടിയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന അഭിപ്രായം ലീഗ് കേന്ദ്രങ്ങളിൽ നിന്നുതന്നെ ഉയരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഉദാഹരണത്തിനായി ചില കാര്യങ്ങൾ കൂടി പറയാം. മുസ്ലിം ലീഗിന്റെ കോട്ടക്കൊത്തളം എന്നൊക്കെ പറയുന്ന മണ്ഡലമാണ് വേങ്ങര. സാക്ഷാൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രതിനിധീകരിക്കുന്ന ഈ മണ്ഡലത്തിൽ ഇപ്പോൾ നടക്കുന്നത് പ്രവചനാതീതമായ മത്സരമാണ്. ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സബാഹ് കുണ്ടുപുഴക്കലിന്റെ ജനകീയത തന്നെയാണ് ഇവിടെ ലീഗ് നേരിടുന്ന പ്രധാന വെല്ലുവിളി. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പരിശോധിക്കുമ്പോൾ അഗ്രയ്ക്കും അങ്ങനെ തന്നെ തോന്നുന്നില്ലേ? യാഥാർത്ഥ്യബോധത്തോടെയാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. ഇത് പുതിയ കാലമാണ്. പരമ്പരാഗത കോട്ടകളെല്ലാം അതുപോലെ തുടരണമെന്നില്ല. പല അത്ഭുതങ്ങളും മുൻപ് സംഭവിച്ചിട്ടുള്ള ജില്ല കൂടിയാണ് മലപ്പുറമെന്നതും മറക്കരുത്. അത് ശരിയാണ്, ടി.കെ. ഹംസയും കെ.ടി. ജലീലും ദി. അബ്ദുറഹിമാനുമെല്ലാം വിജയിച്ചത് ലീഗ് കോട്ടകൾ തകർത്തു തന്നെയാണല്ലോ. പക്ഷേ അതുപോലെയുള്ളൊരു സാഹചര്യം ഇപ്പോഴുമുണ്ടെന്ന് പറയാൻ സാധിക്കുമോ? അന്നത്തെ കാലത്ത് മലപ്പുറം പോലുള്ളൊരു ജില്ലയിൽ പൊന്നാപുരം കോട്ടകൾ പൊളിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞെങ്കിൽ പുതിയ കാലത്ത് അതിലും എളുപ്പത്തിൽ കഴിയുമെന്ന് കരുതുന്നയാളാണ് ഞാൻ. ഇനി കാര്യത്തിലേക്ക് വരാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30,596 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കുഞ്ഞാലിക്കുട്ടിയെ ലീഗ് നേതൃത്വം മലപ്പുറത്തേക്ക് മാറ്റിയത് സബാഹ് ഉയർത്താനിടയുള്ള വെല്ലുവിളി ഭയന്നാണ് എന്നൊരു സംസാരം ലീഗുകാർക്കിടയിൽ പോലുമുണ്ട്. പകരം കെ.എം. ഷാജിയാണ് വേങ്ങരയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. ലീഗിന് ഇറക്കാൻ പറ്റാവുന്നതിൽ ഏറ്റവും ശക്തനായ ക്രൗഡ് പുള്ളറാണ് കെ.എം. ഷാജി എന്നതിൽ തർക്കമില്ല. എന്നാൽ വേങ്ങരയിലെ ജനങ്ങൾക്ക് സുപരിചിതനാണെന്നതും കാരുണ്യപ്രവർത്തനങ്ങളിലും മറ്റും സജീവമാണ് എന്നതും സബാഹിന് അനുകൂലമായ ഘടകമാണ്. ഇതിൽ ഏത് ഘടകമാണ് വോട്ടർമാരെ സ്വാധീനിക്കുക എന്നത് വേങ്ങരയിലെ വിധിയെഴുത്തിൽ എന്തായാലും നിർണായകമാകും. വേങ്ങര കൈവിട്ടാൽ അതിലപ്പുറം ഒരു തിരിച്ചടി ലീഗിന് എന്തായാലും കിട്ടാനുണ്ടാകില്ല. മങ്കടയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഒരു എക്സ്ക്ലൂസീവ് സ്ഥാനാർത്ഥിയാണ്. മുസ്ലിം ലീഗിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റായ കുന്നത്ത് മുഹമ്മദാണ് ഇവിടെ ഇടത് സ്ഥാനാർത്ഥി. സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇ.കെ. വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരാണ് ഈ ഇടത് സ്ഥാനാർത്ഥിക്ക് കെട്ടിവയ്ക്കാനുള്ള തുക നൽകിയിരിക്കുന്നത് എന്നതും ശ്രമേയമാണ്. സിറ്റിംഗ് എം.എൽ.എ. ആയ മഞ്ഞളാംകുഴി അലി തന്നെയാണ് ഇത്തവണയും യു.ഡി.എഫിനു വേണ്ടി വീണ്ടും മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 6,246 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അലി വിജയിച്ചിരിക്കുന്നത്. ഇത്തവണ ആ വിജയം ആവർത്തിക്കേണ്ടതും ലീഗിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമായാണ് നിലവിൽ മാറിയിരിക്കുന്നത്. ലീഗിൽ നിന്നും വിട്ടുപോയ ഒരു നേതാവ് വിജയിക്കുക എന്നത് ലീഗിന് ഒരിക്കലും സഹിക്കാൻ പറ്റുകയില്ല. പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് മങ്കടയിലും ഇപ്പോൾ നടക്കുന്നത് എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. പെരിന്തൽമണ്ണ മണ്ഡലം 2021 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടത് കേവലം 38 വോട്ടുകൾക്കാണ്. അതുകൊണ്ടുതന്നെ ഇത്തവണ ഈ മണ്ഡലത്തിൽ നിന്നും വിജയിക്കാൻ കഴിയുമെന്നാണ് ഇടത് നേതാക്കൾ കരുതുന്നത്. സിറ്റിംഗ് എം.എൽ.എ. ആയ നജീബ് കാന്തപുരത്തെ നേരിടാൻ വി.പി. മുഹമ്മദ് ഹനീഫയെയാണ് ഇടതുപക്ഷം പെരിന്തൽമണ്ണയിൽ കളത്തിലിറക്കിയിരിക്കുന്നത്. സി.പി.എമ്മിന് ശക്തമായ സംഘടനാ അടിത്തറയുള്ളൊരു മണ്ഡലം കൂടിയാണ് പെരിന്തൽമണ്ണ. ആഞ്ഞുപിടിച്ചാൽ ഇടതുപക്ഷത്തിന് പ്രതീക്ഷയ്ക്ക് വകയുള്ള മണ്ഡലം തന്നെയാണ് പെരിന്തൽമണ്ണ. താനൂരിൽ നിന്നും തിരൂരിലേക്ക് മാറിയ വി. അബ്ദുറഹിമാൻ ഇത്തവണ തിരൂർ പിടിച്ചിരിക്കും എന്ന വാശിയിലാണ് മുന്നോട്ടു പോകുന്നത്. 7,214 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് 2021 തിരൂരിൽ നിന്നും ലീഗ് സ്ഥാനാർത്ഥി നേടിയിരുന്നത്. ഈ കണക്കുകളിൽ പ്രതീക്ഷയർപ്പിച്ചാണ് അബ്ദുറഹ്മാനും ഇടതുപക്ഷവും കണക്കുകൂട്ടൽ നടത്തുന്നത്.
സിറ്റിംഗ് എംഎൽഎയായ കുറുക്കോളി മൊയ്തീൻ തന്നെയാണ് യുഡിഎഫ് സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കുന്നതും. ഇനി താനൂരിലെ കാര്യം പറയാം. ഇടത് സ്ഥാനാർത്ഥി മുഹമ്മദ് സമീറും യുഡിഎഫ് സ്ഥാനാർത്ഥി പി.കെ. നവാസും മത്സരിക്കുന്ന താനൂർ മണ്ഡലത്തിൽ 2021-ൽ 985 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇടത് സ്ഥാനാർത്ഥിയായ അബ്ദുറഹ്മാൻ വിജയിച്ചിരുന്നത്. ഈ കണക്കുകളിൽ പ്രതീക്ഷയർപ്പിച്ചാണ് താനൂരിൽ യുഡിഎഫും സ്ഥാനാർത്ഥി മുന്നോട്ടു പോകുന്നത്. അവരും വലിയ വിജയപ്രതീക്ഷയിലാണുള്ളത്. എന്നാൽ സീറ്റ് നിലനിർത്തുക മാത്രമല്ല, ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാൻ കൂടിയാണ് ഇടതുപക്ഷം താനൂരിൽ ശ്രമിക്കുന്നത്. നാട്ടുകാരനെന്ന പ്രതിച്ഛിബ ഗുണം ചെയ്യുമെന്നതാണ് സമീറിന്റെ പ്രതീക്ഷ. ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റുകളായ തവനൂരിലും പൊന്നാനിയിലും ശക്തമായ മത്സരം നടക്കുന്നുണ്ടെങ്കിലും ഈ മണ്ഡലങ്ങൾ നിലനിർത്താൻ കഴിയുമെന്നാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തവനൂരിൽ കെ.ടി. ജലീലിനെതിരെ ഡി.സി.സി. പ്രസിഡന്റ് വി.എസ്. ജോയിയെയാണ് യു.ഡി.എഫ് കളത്തിലിറക്കിയിരിക്കുന്നത്. 2021-ൽ കെ.ടി. ജലീലിന് തവനൂരിൽ ലഭിച്ച ഭൂരിപക്ഷം 2564 അന്ന് ഭൂരിപക്ഷം കുറയാൻ കാരണം മന്ത്രിയായിരിക്കെ ജലീലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ തന്നെയായിരുന്നു. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യവുമാണല്ലോ. എന്നാൽ ഈ ആരോപണങ്ങളിൽ ഒന്നും പോലും തെളിയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ക്ലീൻ ഇമേജുമായാണ് ഇത്തവണ കെ.ടി. ജലീൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് തീർച്ചയായും അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. ഇടതുപക്ഷ കോട്ടയായ പൊന്നാനിയിൽ അഡ്വക്കേറ്റ് എം.കെ. സക്കീറിനെയാണ് ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. 17,043 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പൊന്നാനിയിൽ നിന്നും നേടിയിരുന്നത്. അദ്ദേഹത്തിനെതിരെ യു.ഡി.എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് ചാനൽ മുഖം കൂടിയായിട്ടുള്ള കെ.പി. നൗഷാദ് അലിയെയാണ്. സി.പി.എമ്മിന് വലിയ അടിത്തറയുള്ള മണ്ഡലമായതിനാൽ എന്തൊക്കെ അടിയൊഴുക്കുകളുണ്ടായാലും പൊന്നാനി ഇടതുപക്ഷത്തെ കൈവിടില്ലെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. മലപ്പുറത്തെ 16 നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുടെ കാര്യം മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. മറ്റ് 9 മണ്ഡലങ്ങളിലും സ്വാഭാവികമായും വലിയ വിജയപ്രതീക്ഷയിലാണ് യു.ഡി.എഫ് മുന്നോട്ടു പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ നിന്നും 15 ലക്ഷം വോട്ടുകൾ യു.ഡി.എഫ് നേടിയപ്പോൾ പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും 10 ലക്ഷം വോട്ടുകളാണ് ഇടതുപക്ഷം നേടിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ആ കണക്കുകൂടി പറയാതിരിക്കാൻ കഴിയുകയില്ല. ഇത്തവണയും ലീഗിന്റെ ഉറച്ച കോട്ടകളെപ്പോലും വിറപ്പിക്കുന്ന തരത്തിലുള്ള പോരാട്ടം കാഴ്ചവെക്കാൻ എന്തായാലും ഇടതുപക്ഷത്തിന് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ്. ബാക്കി കാര്യങ്ങൾ ഇനി വോട്ടെണ്ണിക്കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ചെയ്യാം.